ഹലോ ഫ്രണ്ട്സ്, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി നോർക്ക രജിസ്ട്രേഷൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഗൂഗിൾ ബ്രൗസറിൽ രജിസ്റ്റർ നോർക്ക റൂട്ട്സ് എന്നുള്ളത് അടിച്ചു നോക്കുക. രജിസ്റ്റർ നോർക്ക റൂട്ട്സ് .org എന്നാണ് നമ്മൾ അടിക്കേണ്ടത്. നമുക്ക് അവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ സൈറ്റിലോട്ട് പോകാം. ആദ്യം കാണുന്ന നോർക്ക റൂട്ട്സ് എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. നോർക്ക റൂട്ട്സ് രജിസ്ട്രേഷൻ പേജിലേക്കാണ് നേരെ ഇത് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടത്. ഇത് പാസ്പോർട്ടിൽ അതേപോലെ നമ്മുടെ പേര് കൊടുക്കണം. അതിനുശേഷം താഴെ ഏജ്, നമ്മുടെ വയസ്സ് കൊടുക്കണം. മെയിൽ ഫീമെയിൽ എന്ന 2 ഓപ്ഷൻ കാണാം. അത് നമ്മൾ ശരിയായത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ജനനത്തീയതി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ ഓരോ വിവരവും പ്രതീകാത്മകമായി കൊടുക്കുന്നേ ഉള്ളൂ. ഇയർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് മന്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ഈ കോളത്തിൽ പാസ്പോർട്ട് നമ്പറാണ് കൊടുക്കേണ്ടത്. പാസ്പോർട്ട് നമ്പർ കൊടുത്ത ശേഷം അതിന് താഴെ റിസൈഡിങ് കൺട്രി എന്ന് കാണാം. നമ്മളിപ്പോൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അതിൽ ഓപ്ഷനിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് രാജ്യങ്ങളുടെ പേരുകൾ കാണാം. അതിൽ നിന്നും നമ്മളിപ്പോൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ പേര് സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെ നമ്മുടെ കേരളത്തിലെ പെർമനൻ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. ജില്ല ഏതെന്ന് കൊടുക്കണം. ഓപ്ഷനിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും പേര് ലഭിക്കും. അതിൽ നിന്നും നമ്മുടെ ജില്ല സെലക്ട് ചെയ്യാം. പിന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇതിലേതാണോ നമ്മൾ താമസിക്കുന്ന ഏരിയ അത് കൊടുക്കണം. നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് നമ്മൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെ പ്രസൻറ്റ് അഡ്രസ്സ്, നമ്മളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് കൊടുക്കാം. താമസിക്കുന്ന രാജ്യത്തിലെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. പിന്നെ താഴെ നമ്മൾ ഇമെയിൽ ID കൊടുക്കണം. അതിന് താഴെ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ കോഡ് കൂട്ടി നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം. ഈ പേജിൽ അവസാന കോളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പറും നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും. ഇവിടെ നമ്മൾ മറ്റുള്ള ഡീറ്റെയിൽസുകൾ കൊടുക്കണം. ആദ്യം എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതിൽ നമ്മൾ ഏതാണ് നമ്മുടെ പ്രൊഫഷൻ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. തന്നിരിക്കുന്ന ലിസ്റ്റിലൊന്നും നമ്മുടെ ജോലിയുടെ പേരില്ലെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം വിസ ടൈപ്പ്, നമ്മൾ ഏത് വിസയിലാണ്, വിസിറ്റിംഗ് വിസ, സ്റ്റുഡൻറ്റ് വിസ, ഏത് വിസ ടൈപ്പ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യണം. ശേഷം വിസ എക്സ്പയറി ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നേരത്തെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത പോലെ തന്നെ ഇയർ, മന്ത്, ഡേറ്റ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ റീസൺ ഫോർ റിട്ടേൺ എന്നുള്ളത് ഓപ്ഷനിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാനുള്ള കാരണങ്ങൾ ഒരു ലിസ്റ്റ് കാണാം. അതിൽ നമ്മുടെ കാരണം നമുക്ക് ചൂസ് ചെയ്യാം. വിസിറ്റ് വിസ എക്സ്പയറി ആയതുകൊണ്ട് പോകുന്നവരാണെങ്കിൽ വിസിറ്റ് വിസ എക്സ്പയർഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഹാവ് യു ഡൺ എനി COVID-19 ടെസ്റ്റ്, നമ്മൾ COVID-19 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ ഇവിടെ കൊടുക്കാം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ടെസ്റ്റ് നമ്മൾ കൊടുക്കണം, ടെസ്റ്റ് ചെയ്ത ദിവസം.
ടെസ്റ്റ് റിസൾട്ട് അതിനുശേഷം നമ്മൾ കൊടുക്കണം, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്. കോവിഡ് ടെസ്റ്റ് ചെയ്തവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി ഒരു ഡോക്യുമെൻ്റ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് കാണിക്കുന്ന ഏതെങ്കിലും ഡോക്യുമെൻ്റാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യേണ്ടത്. സ്ക്രീൻഷോട്ടും നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാം. പക്ഷേ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ JPG PNG ഫയലുകളാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഡു യു ഫേസ് എനി ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നമുക്ക് ആരോഗ്യപരമായൊരു പ്രശ്നവും ഇല്ലെങ്കിൽ നോ കൊടുക്കാം. താഴെ നമ്മൾ കയറി പോകാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ടിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. അതിന് താഴെ നമ്മൾ ഏത് എയർപോർട്ടിലേക്കാണോ പോകുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ കൊടുക്കണം. പിന്നെ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഒരു ഏകദേശ ഡേറ്റ് നമുക്കിവിടെ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എയർലൈൻസിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉദാഹരണമായി എത്തിഹാദ് എയർവേസ് എന്ന് നൽകുന്നു. പിന്നെ അവസാനം ചോദിച്ചിരിക്കുന്നത് നമുക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ക്വാറൻറ്റൈൻ ചെയ്യാനുള്ള റൂം ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അവിടെ യെസ് ഓർ നോ കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് അമർത്തി കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് നമ്മൾ പോകും. ഈ പേജ് നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റകളുടെ ഒരു സമ്മറിയാണ് നമുക്കത് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ അവസാനം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഡാറ്റ ഡീറ്റെയിൽസും സബ്മിഷൻ ആയി. അതിനുശേഷം നമുക്കൊരു മെസ്സേജ് കിട്ടും. ഇത് നമ്മുടെ നമുക്കൊരു രജിസ്റ്റർ നമ്പർ ലഭിക്കുന്നതാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് നോർക്ക രജിസ്ട്രേഷൻ ഫില്ലപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.